കേരളമൊട്ടാകെ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ വികാരം കാണുന്നുണ്ട്. ഈ ഇലക്ഷൻ, ലോക്കൽ ബോഡി ഇലക്ഷൻ ഭരണമാറ്റത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ ഭരണമാറ്റത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതാണ് ജനവിശ്വാസം. ജനങ്ങളാകെ കക്ഷിഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ ഈ ഭരണം കൊണ്ട് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ദുസ്സഹമായിരിക്കും ജനജീവിതം എല്ലാ അർത്ഥത്തിലും ദുസ്സഹമായിരിക്കും. ജീവിക്കാനും വയ്യ, കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാനും വയ്യാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതിവേഗത്തിലുള്ള ഭരണമാറ്റമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനേക്കാൾ അവരുടെ വോട്ട് ശതമാനം കുറയാൻ പോവുകയാണ്. BJP ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഏക മുന്നണി UDF ഐക്യജനാധിപത്യം മാത്രമാണ്. അതുകൊണ്ട് അതിവേഗം ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, തുടർഭരണം കൊണ്ട് ജീവിതം ദുസ്സഹമായ ജനങ്ങൾ ഈ ഇലക്ഷനിൽ ഐക്യജനാധിപത്യത്തിന് അനുകൂലമായി വലിയ തോതിൽ വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇത്തവണ ഒരു വൻ വിജയം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു വൻ വിജയം UDF ഉണ്ടാകുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇഷ്യൂസ് ഒന്നുമില്ല. ജനങ്ങൾക്ക് ജീവിക്കാവുന്ന വൃത്തി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കറണ്ട് ചാർജ്, വാട്ടർ ചാർജ്, ഗവൺമെന്റിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിക്കൽ, വില വർധന, ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത്തരം ചർച്ചകൾക്ക് പിന്നീടാകാം. ഇന്നലെ ഉണ്ടായിട്ടുള്ളൊരു ആരോപണം, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചർച്ചയില്ല. ഇന്നലെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇന്നലെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്തരം നാണം കെട്ട ചർച്ച ചെയ്യാനില്ല. ഞാൻ പറഞ്ഞല്ലോ, UDFകാർ മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിയിലുള്ള ഗണ്യമായ വിഭാഗം ജനങ്ങൾ ഈ ഭരണം കൊണ്ട് മടുത്തിരിക്കുകയാണ്. ഇടതുപക്ഷം നന്നാകണമെങ്കിൽ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് UDFക്കാർ മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വോട്ട് ചെയ്ത നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് വിശ്വാസം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇനി വിഷയ അവസാനത്തെ മറുപടിയാണ്. കേരള ചരിത്രത്തിൽ ഒരാരോപണം ഉണ്ടായപ്പോൾ, ഒരു MLAക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച ഏറ്റവും മാതൃകാപരമായ കടുത്ത നടപടി മറ്റാരും, ഒരു പാർട്ടികളും ഒരു പ്രസ്ഥാനങ്ങളും ഇതുപോലുള്ള ആരോപണങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇതിനപ്പുറം ദിലീപിന് നീതി കിട്ടിയതാണ് UDF കൺവീനർ പറയുന്നത്. ദിലീപിന് നീതി കിട്ടിയെന്നാണ് UDFന്റെ കൺവീനർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.